ബി.ജെ.പി. സംസ്ഥാന കോർ കമ്മിറ്റി എറണാകുളം YMCA ഹാളിൽ ആരംഭിച്ചു. തത്സമയത്തിലേക്ക് പോകും. ജിജേഷ് കരുണാകരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജിജേഷ്, ബി.ജെ.പി. സംസ്ഥാന കോർ കമ്മിറ്റി യോഗം എറണാകുളം YMCA ഹാളിൽ ആരംഭിച്ചല്ലോ. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തതിന് ശേഷമുള്ള ആദ്യ യോഗമാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ടല്ലോ. എന്തെല്ലാം വിഷയങ്ങളാകും ചർച്ചയാകുക? രോഹിണി പറഞ്ഞ പോലെ പുനഃസംഘടിപ്പിച്ച കോർ കമ്മിറ്റിയുടെ ആദ്യ യോഗമാണ് ഇന്ന് കൊച്ചിയിൽ ആരംഭിച്ചിരിക്കുന്നത്. സംഘടനാ പ്രവർത്തനങ്ങൾ ഒപ്പം തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങളാണ് പ്രധാനമായും ഈ കോർ കമ്മിറ്റിയിൽ ചർച്ചയാകുന്നത്. കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ MP, ഒപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ ഈ ഒരു കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ ഈ കോർ കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. 4 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ കോർ കമ്മിറ്റിയുടെ ഭാഗമാണ്. അവരെല്ലാവരും തന്നെ ഈ കോർ കമ്മിറ്റിക്കായി എത്തിയിട്ടുണ്ട്. പ്രധാനമായും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളാണ് ഈ കോർ കമ്മിറ്റിയിൽ ചർച്ചയാവുക. പ്രത്യേകിച്ച് വലിയ തോതിലുള്ള സജീവമായ പ്രവർത്തനങ്ങൾ ഓരോ ബൂത്ത് തലത്തിലടക്കം BJP ആരംഭിച്ചിരുന്നു. ആ ഒരു പ്രവർത്തനങ്ങൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചനയിൽ ഉണ്ടാകും. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒപ്പം കൃത്യമായി തന്നെ BJP ലക്ഷ്യം വെച്ചുള്ള ചില നീക്കങ്ങൾ സംഘടിതമായി തന്നെ ഇടത് വലത് മുന്നണികൾ നടത്തുന്നു. അനാവശ്യ ആരോപണങ്ങളും വ്യാജ ആരോപണങ്ങളും പ്രചാരണങ്ങളും എല്ലാം തന്നെ നടത്തുമ്പോൾ അതിനെ നേരിട്ട് കൊണ്ട് സംഘടന മുന്നോട്ട് പോകുന്ന ഒരു കാര്യങ്ങൾ, അത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ഇടത് വലത് മുന്നണികളെ തുറന്നു കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടികൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു കോർ കമ്മിറ്റിയുടെ ഭാഗമായി ചർച്ചയ്ക്ക് വരികയും ചെയ്യും. കൂടുതൽ ആളുകൾ എല്ലാ മേഖലകളിലും സജീവമായ പ്രവർത്തനങ്ങൾ ഓരോ വോട്ടർമാരിലേക്കും നേരിട്ട് ചെന്ന് എത്തിക്കൊണ്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കൃത്യമായ ഒരു പ്രവർത്തന പദ്ധതി മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് BJP അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല എല്ലാ പഞ്ചായത്തുകളിലും പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ടും പ്രവർത്തകരെ കൂടുതൽ സജീവമാക്കിക്കൊണ്ടും തന്നെയുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ ബൂത്ത് തലത്തിലും ഉപരി സഭകളിലും എല്ലാം തന്നെ വലിയ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വോട്ടുകൾ ചേർത്തുകൊണ്ട് കൂടുതൽ ആളുകളെ വോട്ടർ പട്ടികയിൽ ഭാഗമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ സജീവമായി പാർട്ടി ഇടപെട്ടിരുന്നു. ആ ഒരു പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് പ്രധാനമായും ആലോചിക്കുന്നത്. ഒപ്പം തന്നെ സംഘടനാ തലത്തിലെ മറ്റു വിഷയങ്ങളും ഈ ഒരു കോർ കമ്മിറ്റിയിൽ ചർച്ചയാകുന്നുണ്ട്. സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ ഭാരവാഹികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ സംഘടനാ തലത്തിൽ താഴെ തട്ട് മുതൽ തന്നെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ, അതിനുവേണ്ട ചുമതലപ്പെട്ട ആളുകൾ മേഖലാ തലത്തിൽ പ്രവർത്തനങ്ങൾ സജീവമാക്കിയിരുന്നു. മേഖലാ തലത്തിൽ തന്നെ ജനറൽ സെക്രട്ടറിമാർ, അതിന് പ്രത്യേക പ്രഭാരിമാർ എന്നിവരെ എല്ലാം തന്നെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു കോർ കമ്മിറ്റിയുടെ ഭാഗമായി ചർച്ചയാകും. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയെ സംബന്ധിച്ചിടത്തോളം, സംഘടനാ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ തുടർ പ്രവർത്തനങ്ങൾ ആലോചിക്കുന്നതിനും അതിന് തുടക്കം കുറിക്കുന്നതിനും പ്രത്യേകിച്ച് പുതിയ കോർ കമ്മിറ്റി നിലവിലുണ്ടായിരുന്ന കോർ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചിരുന്നു. അതിൽ പുതിയ ആളുകൾ കോർ കമ്മിറ്റിയുടെ ഭാഗമായി എത്തിയിട്ടുണ്ട്. അത്തരം ആളുകൾ അടക്കം മുതിർന്ന പ്രവർത്തകർ, മുതിർന്ന ഭാരവാഹികളാണ്. ഏറെ നാൾ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായ ആളുകൾ തന്നെയാണ് ഈ കോർ കമ്മിറ്റിയുടെ ഭാഗമായി നിലനിൽക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ഓരോ തലങ്ങളിലും പാർട്ടിയുടെ ഓരോ തലങ്ങളിലും സജീവമായ പ്രവർത്തനം എത്തിക്കുക എന്നത് തന്നെയാണ് ഈ ഒരു യോഗം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അങ്ങനെയുള്ള ഒരു കോർ കമ്മിറ്റിക്കാണ് പ്രധാനമായും ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. രോഹിണി. ശരി ജിജേഷ്. BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗം എറണാകുളം YMCA ഹാളിൽ ആരംഭിച്ചു. ജിജേഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.